ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയെ പ്രത്യേകം അനുസ്മരിക്കുന്ന ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ജപമാലയിലൂടെ പരിശുദ്ധ മറിയത്തിന് മനുഷ്യമക്കളോടുള്ള സ്നേഹവും പരിശുദ്ധ മറിയത്തിന് നമ്മോടുള്ള സംരക്ഷണവും നമുക്ക് അനുഭവവേദ്യമാക്കപ്പെടുന്ന ദിനങ്ങളാണിവ. നമ്മുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ ദൈവമാതാവിൻ്റെ സഹായം അഭ്യർത്ഥിക്കുവാൻ ജപമാലയിലൂടെ നമുക്ക് കഴിയുന്നു. മധ്യസ്ഥതയിൽ ആൽബിജൻസിയൻ ഭാഷണ്ഡതയ്ക്കെതിരെ പോരാടുന്നതിന് വിശുദ്ധ ഡൊമിനിക്കിലൂടെ പരിശുദ്ധ അമ്മ നൽകിയ ആയുധമാണ് ജപമാല. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഞാൻ ജപമാല രാജ്ഞിയാകുന്നു എന്ന് സ്വയം വെളിപ്പെടുത്തുകയുണ്ടായി. 1883 സെപ്റ്റംബർ 1 ലയോ 13 പാപ്പയാണ് ഒക്ടോബർ മാസത്തെ ജപമാല മാസമായി പ്രഖ്യാപിച്ചത്. നമ്മുടെ ജീവിതത്തിൽ സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ പരിശുദ്ധ ജപമാലയിലൂടെ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം യാചിക്കുവാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ തലമുറയിലെ മക്കളോട് വ്യക്തിപരമായ ജപമാലയുടെയും മുടക്കം വരുത്താതെയുള്ള കുടുംബ പ്രാർത്ഥനയുടെയും വണക്കമാസ ആചരണത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കാൻ എല്ലാ മാതാപിതാക്കളും പരിശ്രമിക്കണം. നമ്മുടെ പൂർവികന്മാർ വഴി കൈമാറി കിട്ടിയ ഈ വിശ്വാസദീപ്തി ഒരിക്കലും അണയാതെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കടമയുണ്ട്. ക്രിസ്തുവിനെ ഉദരത്തിൽ സംഭവിച്ച് ജീവിക്കുന്ന സക്രാരിയായ മാറിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കാം. ജപമാല ചൊല്ലുന്നതിലൂടെ ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യം അനുഭവിക്കാനും അങ്ങനെ ഉത്തമ ക്രൈസ്തവരായി മാറുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.